ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. നിൻഹിതമറിയാം നൽവഴി തേടാൻ ഞങ്ങൾക്കു വെളിച്ചം നൽകണമേ. നിൻഹിതമറിയാം നൽവഴി തേടാൻ ഞങ്ങൾക്കു വെളിച്ചം നൽകണമേ. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യസഭയിൽ വന്നതുപോലെ തത്വമാനസത്തിൽ പെയ്തിറങ്ങ. സത്യസഭയിൽ വന്നതുപോലെ തത്വമാനസത്തിൽ പെയ്തിറങ്ങ. ദുർബലനാണേ ഞാനെൻ തമ്പുരാനേ, അല്പമായുസ്സും ഉള്ളവനും തന്നെ. ദുർബലനാണേ ഞാനെൻ തമ്പുരാനേ, അല്പമായുസ്സും ഉള്ളവനും തന്നെ. നീതി നിയമങ്ങൾ തെല്ലുമാറിയില്ല, അജ്ഞത മാത്രം കൈമുതലും. നീതി നിയമങ്ങൾ തെല്ലുമാറിയില്ല, അജ്ഞത മാത്രം കൈമുതലും. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യസഭയിൽ വന്നതുപോലെ തപ്തമാനസത്തിൽ പെയ്തിറങ്ങ. സത്യസഭയിൽ വന്നതുപോലെ തപ്തമാനസത്തിൽ പെയ്തിറങ്ങ. സത്യമാനസത്തിൽ പെയ്തിറങ്ങ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. കർത്താവേ, ജ്ഞാനം നൽകണമേ, വിശുദ്ധി നൽകണമേ.
അഭിഷേകം നൽകണമേ, ഭക്തി നൽകണമേ, വിശ്വാസം നൽകണമേ, വലിയ ആനന്ദം നൽകണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞാൻ 9:17 കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഞാൻ ഉപവാസികളുടെ പാദം നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ ഉപവാസികളുടെ പാദം നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. കർത്താവേ, അങ്ങയുടെ വലിയ ജ്ഞാനം ഞങ്ങളിലേക്ക് വർഷിക്കണമേ, പുതിയൊരു അഭിഷേകം തരണമേ, കൃപ വർഷിക്കണമേ, പ്രാർത്ഥനയുടെ ചൈതന്യം നൽകണം, വിശ്വാസത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കണം, ദൈവസ്നേഹത്തിൻ്റെ അരൂപി ഞങ്ങൾ ഒഴുക്കണം. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി എന്നിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി എന്നിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവു, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോലെന്നിൽ പൊഴിഞ്ഞിടട്ടെ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, 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 നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മയെ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ കുറച്ച് നേരം ഈശോയെ ആരാധിച്ചു. തുടർന്നുള്ള സമയം നമ്മൾ കുറച്ച് നേരം നമ്മൾ വചനം ശ്രവിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ നമ്മൾ ദാഹിക്കണം. ആ ദാഹം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. വചനത്തോട് ദാഹമില്ലെങ്കിൽ നമുക്ക് വചനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. വചനം ദാഹത്തോടെ നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലേഖനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ നമുക്ക് ദാഹം വേണം. ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ ദാഹത്തോടെ വേണം നമ്മൾ വചനം സ്വീകരിക്കാനായിട്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ ഈ സമയം കുറച്ച് സമയം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയാണ്. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. ഹല്ലേലൂയ. നമ്മൾ പിന്നീട് വായിക്കാം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്. നമ്മൾ ഈ വചനം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലതരത്തിൽ പലപ്പോഴും പലതിനെക്കുറിച്ചും നമ്മൾ ആകുലരാണ്, നമ്മൾ ഉത്കണ്ഠാകുലരാണ്. പലതരത്തിലുള്ള ഉത്കണ്ഠകളിലൂടെ അല്ലെങ്കിൽ ആകുലതകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. ജീവിതത്തിൽ ഇനി എന്ത് എന്ന് അറിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരത്തിലുള്ള ആകുലതകൾ, ഉത്കണ്ഠകൾ നമ്മുടെ ജീവിതത്തിലൂടെ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഒരുപക്ഷെ ഒരു കടബാധ്യതയുള്ളൊരു മനുഷ്യൻ, വലിയ കടബാധ്യതയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആകുലതയാണ്, ഒരു ഉത്കണ്ഠയാണ്. ആ വ്യക്തിക്ക് രാത്രി കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം പോലും വരില്ല. പിറ്റേ ദിവസം നേരം വെളുക്കരുതേ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഒരു 100 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വളരെ ആകുലനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജോലിയില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വളരെ ആകുലനാണ്. വിവാഹം നടക്കുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടൊരു വ്യക്തി വളരെയധികം ഉത്കണ്ഠയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ചില രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, ചില മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വളരെയധികം ആകുലനാണ്, ഉത്കണ്ഠാകുലനാണ്. എന്നാൽ വചനം നമ്മളോട് പറയാണ്, നമ്മൾ ആകുലരാകരുത്, ഉത്കണ്ഠാകുലരാകരുത് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനം, ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ.
ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടെ നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. കർത്താവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുക്കുകയാണ്. അതായത് കാക്കകളെ, അതുപോലെ തന്നെ ലില്ലികളെ, അല്ലെങ്കിൽ ഈ പുല്ലിനെയൊക്കെ കർത്താവ് ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അവയെ വെച്ചുകൊണ്ട് കർത്താവ് പറയാണ്, ഈ കാക്കകളെ ദൈവം ഇത്രമാത്രം പരിപാലിക്കും. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ഈ കാക്കകൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതൊക്കെ വളരെ നിസ്സാരങ്ങളായ ജീവികളാണ്, അല്ലെങ്കിൽ വലിയ സംസ്കാരമില്ലാത്ത, ആരും വലിയ വില കൽപ്പിക്കാത്ത ഒരു ജീവിയാണ് ഈ കാക്ക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ കാക്കയെ പോലും കർത്താവ് വളരെയധികം പരിപാലിക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. അവയ്ക്ക് കൃത്യസമയത്ത് തീറ്റ കൊടുക്കുന്നു, അവയ്ക്ക് ആഹാരം കൊടുക്കുന്നു, അവയ്ക്ക് വേണ്ടതെല്ലാം കർത്താവ് നൽകുകയാണ്. അങ്ങനെയെങ്കിൽ അവയെപ്പോലും, ആ കാക്കകളെപ്പോലും കർത്താവ് ഇത്രമാത്രം പരിപാലിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ, അല്പവിശ്വാസികളെ ആയ നമ്മളെ അവിടുന്ന് എത്രമാത്രം പരിപാലിക്കുകയില്ല എന്നാണ് അവിടുന്ന് വചനത്തിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലത വേണ്ട എന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മൾ ഓരോരുത്തരും. ഈ കാക്കകളെക്കാളും ലില്ലികളെക്കാളും അതുപോലെ തന്നെ ഈ പുല്ലിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ കർത്താവ് പരിപാലിക്കും, ഒന്നിനെക്കുറിച്ചും ആകുലത വേണ്ട എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ചും നമ്മൾ ആകുലപ്പെടരുത്. മറ്റ് ജനതകളാണ് പലതിനെക്കുറിച്ചും ആകുലരാകുന്നത്. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല. അതുകൊണ്ട് അവരെപ്പോഴും ആകുലരാണ്. പക്ഷേ നമ്മളോട് വചനം പറയാണ്, നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്, നമുക്കൊരപ്പനുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആകുലതയുടെ എതിർപ്പദം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവാശ്രയമാണ്. ആകുലതയുടെ എതിർപ്പദം എന്ന് പറയുന്നത് അത് ദൈവാശ്രയമാണ്. ദൈവം നമ്മളെ പരിപാലിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവം നമ്മളെ പരിപാലിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അതാണ് 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു കർത്താവ് നമുക്കുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. 1 ദിനവൃത്താന്തം അതിൻ്റെ 16-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. 1 ദിനവൃത്താന്തത്തിൻ്റെ 16-ാം അധ്യായം 11-ാമത്തെ തിരുവചനം വചനം പറയാണ്, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം, അവിടുത്തെ സാന്നിധ്യം തേടണം, അവിടുത്തെ നിരന്തരം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ തിരുവചനം വചനം പറയുകയാണ്, ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവൻ. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഉചിതമായി ബലി അർപ്പിക്കുക. ഹല്ലേലൂയ.
കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദൈവ സ്നേഹം, നമ്മുടെ സ്നേഹം, ഭക്തി, ഹല്ലേലൂയ, അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാന, കുദാശകൾ, ഇതെല്ലാം കർത്താവിന് വേണ്ടി നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ആരാധന, ഹല്ലേലൂയ, ബലി, ആരാധന, അത് കർത്താവിന് നമ്മൾ ഉചിതമായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി കാര്യം കർത്താവ് ചെയ്യുന്ന വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ നിരന്തരമായിട്ട് നമ്മൾ ആശ്രയിക്കണം. ഒന്നിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മൾ ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ ഇങ്ങനെയാണ്. അത് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുന്ന് പരിചയമായിരിക്കുന്ന വചനം പറയുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുന്ന് പരിചയമായിരിക്കും. ആർക്കും അവരെ തൊടാൻ സാധിക്കില്ല. അവർ സുരക്ഷിതരായിരിക്കും വചനം പറയുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് പരിചയമായിരിക്കും. അതാണ് 2 സാമുവേൽ 22-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനം. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്, കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് പരിചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തായിട്ട് വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും, അവിടുത്തെ സ്നേഹം പൊതിയുമെന്ന് വചനം പറയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ സ്നേഹം എപ്പോഴും വലയം ചെയ്യും. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് വചനം പറയുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞ കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അടിക്കടി ഐശ്വര്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് വചനം പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാകും, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങൾ 28-ന്റെ 25 വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഐശ്വര്യം നേടും, അത്യാഗ്രഹികൾ കലഹം വിളക്കി വിടുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാകും, അവർക്ക് ഐശ്വര്യം ഉണ്ടാകും, അവർ ഹൃദയത്തിൽ വലിയ സമാധാനം അനുഭവിക്കുന്ന വചനം പറയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ വലിയ സമാധാനം ഉണ്ടാകും. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. യെശയ്യാ 26-ന്റെ 3 വചനം പറയാണ്, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവർ ഒരിക്കലും തളരില്ല, അവരൊരിക്കലും ക്ഷീണിക്കില്ല. അതാണ് വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. വചനം പറയുകയാണ്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴുന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ തളർന്നു പോകില്ല, അവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് വചനം പറയാണ്. അവർ ക്ഷീണിക്കില്ല, അവർ ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ ശക്തി പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, കർത്താവിലാണ് നമ്മൾ അഭയം തേടേണ്ടത്. നമ്മുടെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ശക്തിയിലോ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും.
കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ, സ്വന്തം ബുദ്ധിയിലേക്ക് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതാണ് നമ്മൾ പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യർക്ക് സംഭവിച്ചത്. അവർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു, കർത്താവിനെ മാറ്റി നിർത്തി അവർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് അവർ വലിയ ഗോപുരം നിർമ്മിക്കാനായിട്ട് തയ്യാറായി. അവർ പറഞ്ഞു, നമുക്ക് പ്രശസ്തി നിലനിർത്താം, നമുക്ക് നമ്മുടെ പേര് നിലനിർത്താം, നമുക്ക് പ്രശസ്തി നിലനിർത്താം. അങ്ങനെ അവർ ആ ഗോപുരം പണിയാൻ പരിശ്രമിച്ചു. പക്ഷേ എല്ലാം ഛിന്ന ഭിന്നമായി, അവരുടെ ഭാഷകൾ ചിതറി, അവരുടെ പരിശ്രമങ്ങൾ വിഫലമായി. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് നമ്മൾ പരിശ്രമിക്കുന്നതെല്ലാം പരാജയത്തിൽ എത്തിച്ചേരും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുക സാധ്യമല്ല. നമ്മൾ പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആസ എന്നാണ്. ആസ. ഈ ആസ രാജാവ് യൂദ ദേശത്തെ രാജാവായിരുന്നു. ഈ ആസ രാജാവ് വളരെ നീതിനിഷ്ഠയുള്ള രാജാവായിരുന്നു, വളരെ നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം 41 വർഷമാണ് അദ്ദേഹം യൂദായുടെ രാജാവായിരുന്നത്. 41 വർഷം അദ്ദേഹം യൂദായുടെ രാജാവായിരുന്നു. മറ്റ് രാജാക്കന്മാരിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അദ്ദേഹം ദൈവത്തോട് വലിയ വിശ്വസ്തത പുലർത്തിയ രാജാവാണ്. ദൈവത്തോട് വലിയ വിശ്വസ്തത പുലർത്തി, അതുപോലെ തന്നെ വലിയ നീതി പ്രവർത്തിച്ച, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച ഒരു രാജാവാണ് ഈ ആസ രാജാവ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലൂയാ, 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 ഹാലലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അപ്പോൾ ഈ ആസ രാജാവ് കർത്താവിൽ ആശ്രയിച്ച ഒരു രാജാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം 35 വർഷത്തോളം അദ്ദേഹം ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിച്ചു. 41 വർഷമാണ് ആകെ അദ്ദേഹം ഭരിച്ചത്. അതിൽ 31 വർഷം കർത്താവിൽ പരിപൂർണമായിട്ടും ആശ്രയിച്ചു. എന്നാൽ അവസാനത്തെ 6 വർഷം അദ്ദേഹം ദൈവാശ്രയം വെടിഞ്ഞ് തൻ്റെ സമ്പത്തിലും അതുപോലെ തന്നെ ശക്തിയിലും ഒക്കെ ആശ്രയിച്ചു. ഈ ആസയെക്കുറിച്ച് വചനം പറയണം, അവൻ എപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചോ അപ്പോഴെല്ലാം അവൻ്റെ രാജ്യത്ത് വലിയ സമാധാനം കർത്താവ് നൽകിയെന്ന് വചനം പറയുകയാണ്. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ വചനം പറയാണ്, അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം. രാജാവ് പറയാണ്, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം, അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. അപ്പോൾ കർത്താവ് എല്ലാ ഗോപുരങ്ങളും അതുപോലെ തന്നെ വാതിലുകൾ ഓടാമ്പലും ഇതെല്ലാം കൊണ്ട് രാജ്യം സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കുകയാണ്. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് കൊണ്ട് കർത്താവ് അവൻ്റെ അതിർത്തികളിലെല്ലാം സമാധാനം നൽകിയെന്ന് വചനം പറയുകയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് കാണുന്നത് എങ്ങനെയാണ്, എത്യോപ്യക്കാർ ഈ രാജാവുമായിട്ട് ഈ യൂദാ ദേശവുമായിട്ട് യുദ്ധത്തിന് വരുന്ന സമയത്ത് ആസ ദൈവത്തിൽ ആശ്രയിച്ച് അവരെ പരാജയപ്പെടുത്തിയെന്ന് വചനം പറയുകയാണ്. അതാണ് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വചനം പറയുന്നത്, എത്യോപ്യനായ സേര 10 ലക്ഷത്തോളം പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേശ വരെ എത്തി. നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചാലോ. എത്യോപ്യനായ സേര 10 ലക്ഷം പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേശ വരെ എത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരുകൂട്ടരും മരേശായിലെ സെഫാത്ത താഴ്വരയിൽ അണിനിരുന്നു. അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി അവർ തോറ്റോടി. ഹല്ലേലൂയ.
അപ്പോൾ ഈ ആസ രാജാവ് ഈ എത്യോപ്യ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ, അത് വലിയ സൈന്യം 10 ലക്ഷത്തോളം പടയാളികൾ, കുതിരപ്പടയാളികളുമായിട്ട് ഈ രാജാവിനെ, ഈ യൂദാ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വരുമ്പോൾ അവിടെ ഈ രാജാവ് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ച് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ആസാ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ഈ ആസാ രാജാവിൻ്റെ മുൻപിൽ എത്യോപ്യൻ സൈന്യം പരാജയപ്പെട്ട് തോറ്റോടി എന്ന് വചനം പറയാം. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ഈ രാജാവിന് കർത്താവ് വലിയ വിജയങ്ങൾ നൽകുകയാണ്. കർത്താവ് തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. വലിയ സൈന്യമായിരുന്നു, പക്ഷേ ആ സൈന്യത്തിന് മുൻപിൽ കർത്താവ് ഈ ആസാ രാജാവിന് വലിയ വിജയം നേടിക്കൊടുത്തു. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. തുടർന്ന് നമ്മൾ 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുവാണ്. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിൻ്റെ 1-2 തിരുവചനങ്ങൾ. അവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒദേദിൻ്റെ മകൻ അസറിയായുടെ മേൽ വന്നു. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസാ രാജാവേ, യൂദാ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും, നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. അപ്പോൾ ഈ ഒരു വിജയമൊക്കെ, ഈ യുദ്ധവിജയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കർത്താവിൻ്റെ ആത്മാവ് ഒദേദിൻ്റെ മകൻ അസറിയായുടെ മേൽ വന്ന ആ ഒരു പ്രവാചകൻ്റെ മേൽ വന്നിട്ട് ഈ പ്രവാചകൻ വഴി രാജാവിനോട് പറഞ്ഞു, യൂദാ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും, നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. അപ്പോൾ പ്രവാചകൻ വഴി കർത്താവ് പറയുകയാണ്, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുകയാണ്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നീട് ഈ ആസാ രാജാവിൻ്റെ പ്രവർത്തകളെ കുറിച്ച് കാണുവാണ്. നമ്മൾ വായിക്കാം, ഒരുമിച്ച് വായിക്കാം. ആസായുടെ 36-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. വേറൊരു രാജാവ്, ഇസ്രായേൽ രാജാവ് ഈ യൂദായ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണ്. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ രാമ നിർമ്മിച്ചു തുടങ്ങി. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം. ഹല്ലേലൂയ. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതാണ്, ഇതുവരെ ആസാ രാജാവ് ആരിലാണ് ആശ്രയിച്ചിരുന്നത്? കർത്താവിലാണ് ആശ്രയിച്ചിരുന്നത്. വലിയ സൈന്യ യുദ്ധത്തിന് വന്നപ്പോഴും ഈ ആസാ രാജാവ് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി അഭയം പ്രാപിച്ച്, കർത്താവെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അങ്ങല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവിൽ ആശ്രയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ആസാ രാജാവിന് വലിയ സമ്പത്ത് വന്നു, വലിയ പ്രസിദ്ധി വന്നു, അതുപോലെ തന്നെ വലിയ നേട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആസാ രാജാവ് കർത്താവിൽ നിന്ന് പതുക്കെ അകലാൻ തുടങ്ങി. പിന്നീട് ഈ ആസ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയാണ്, അതുപോലെ തന്നെ സ്വന്തം സമ്പത്തിൽ ആശ്രയിക്കുകയാണ്. നമ്മൾ കാണുന്നതാണ്, ആസാ രാജാവ് ഈ തൻ്റെ സ്വർണം, അതുപോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഈ സിറിയ രാജാവായ ബൻഹദാദിന് അയച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ഭാഷ, ഇസ്രായേൽ രാജാവായ ഭാഷ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പിന്മാറാൻ വേണ്ടി നീ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും ഒരു സഖ്യം രൂപീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ കർത്താവിൽ ആശ്രയിച്ചിരുന്ന ആസ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് രാജാവുമായിട്ട്, മറ്റ് അയൽ രാജ്യവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുത്തുകയാണ്, വിദേശ രാജ്യവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ സ്വന്തം സമ്പത്ത്, ഈ സ്വർണം, ഇതൊക്കെ അവർക്ക് സമ്മാനമായിട്ട് അയച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും സഖ്യം ചെയ്യാം. അങ്ങനെ ഈ ഇസ്രായേൽ രാജാവിനെ നമുക്ക് പരാജയപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആസാ രാജാവിൻ്റെ ആശ്രയം ആരിലായി? ഈ സിറിയ രാജാവിലായി, തൻ്റെ സമ്പത്തിലായി. ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് കാണുകയാണ് 2 ദിനവൃത്താന്തം
16 അധ്യായം അതിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 16 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വചനം കാണുവാണ്. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. വേറൊരു പ്രവാചകൻ ഈ കർത്താവ് ഈ ആസായുടെ അടുത്തേക്ക് അയക്കുകയാണ്, രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയണം, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. അതായത് കർത്താവ് പറയാണ്, എത്യോപ്യൻ സൈന്യം, ആദ്യം ഇവർക്കെതിരെ യുദ്ധത്തിന് വന്ന എത്യോപ്യൻ സൈന്യം അവർ വലിയ സൈന്യമായിട്ടാണ് വന്നത്. അസംഖ്യം രഥങ്ങൾ കുതിരപ്പടയാളികളൊക്കെ ആയിട്ടാണ് അവർ വന്നത്. പക്ഷേ എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്വമാണ്, ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിൽ ആശ്രയിക്കാതെ അയൽ രാജ്യമായ ഈ അയൽ രാജാവായിരുന്ന സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ, അവനിൽ ആശ്രയിച്ചതിനാൽ കർത്താവ് ആസായുടെ അടുത്ത് പ്രവാചകനെ വിട്ട് പറയുകയാണ്, നീ എത്യോപ്യൻ സൈന്യത്തെ എന്നിൽ ആശ്രയിച്ച് നീ പരാജയപ്പെടുത്തി. എന്നാൽ ഈ ഇസ്രായേൽ രാജാവിനെതിരെ നീ യുദ്ധം ചെയ്യാനായിട്ട് അയൽ രാജ്യത്തെ രാജാവായ അസറിയായെ നീ കൂട്ടുപിടിച്ചു. എന്നിട്ട് പറയാണ്, ഇനി നീ ചെയ്തത് ഭോഷത്വമാണ്, ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. പിന്നീട് ആസായെക്കുറിച്ച് വചനം പറയാണ്. ആസായുടെ അവസാനത്തെക്കുറിച്ച് പറയാണ്. 2 ദിനവൃത്താന്തം 16 അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. 2 ദിനവൃത്താന്തം 16 അധ്യായം 10-ാമത്തെ തിരുവചനം വചനം പറയാണ്, ആസ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. കർത്താവിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ അവന് പിന്നെ അഹങ്കാരമായി. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയിലുള്ളത് അഹങ്കാരമാണ്. അവൻ പിന്നീട് ചെയ്യുന്നത്, ആസ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു. അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു. അവൻ കർത്താവിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലുകയാണ്. 2 ദിനവൃത്താന്തം 16 അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. 2 ദിനവൃത്താന്തം 16 അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ വചനം പറയുകയാണ്, തൻ്റെ 39-ാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. അവസാനം ഈ ആസായുടെ മരണം, അദ്ദേഹം കാലിൽ വലിയൊരു രോഗബാധയുണ്ടായി. അവൻ എന്നിട്ടും കർത്താവിൽ ആശ്രയിച്ചില്ല. അങ്ങനെ അവൻ മരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചിരുന്നപ്പോഴെല്ലാം അവന് കർത്താവ് വിജയം നൽകി. അവന് വേണ്ടതെല്ലാം കർത്താവ് ക്രമീകരിച്ചു. പക്ഷേ കർത്താവിൽ നിന്ന് അകന്ന് അവൻ ധിക്കാരി, അവൻ അഹങ്കാരിയായി മാറിയപ്പോൾ അവൻ്റെ ജീവിതം തന്നെ നാശത്തിൽ ഒടുങ്ങി. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വചനം നമ്മൾ ഉറപ്പെടുത്താണ്, കർത്താവിനോട് ചേർന്നിരുന്നാൽ, കർത്താവിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൽ ആശ്രയിക്കാതെയുള്ള നമ്മുടെ പദ്ധതികൾ പരാജയത്തിലെത്തിച്ചേരും. കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിലും കഴിവിലും ബുദ്ധിയിലും ഒക്കെ ആശ്രയിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിൻ്റെ കുമ്പാരത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴും. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. പത്രോസ്, ഈശോയുടെ മരണശേഷം പത്രോസ്, നമുക്കറിയാം, പത്രോസ് ഈ ശിഷ്യന്മാരെ കൂട്ടി മീൻ പിടിക്കാൻ പോവുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ പോയി. കർത്താവ് കൂടെ ഇല്ല എന്ന് പത്രോസിനറിയാം. ഈ പത്രോസ് കർത്താവിനെ കൂടാതെയാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പത്രോസ് വലിയ മുക്കുവനാണ്. അവന് കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ചും കടലിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിയാം. ആ രാത്രി മുഴുവൻ വല വീശിയിട്ടും അവൻ ഒറ്റ മീൻ പോലും കിട്ടിയില്ല. രാത്രി മുഴുവൻ അവൻ വല വീശി, പക്ഷേ ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. കർത്താവിൽ ആശ്രയിക്കാതെ പോകുന്ന പത്രോസിന്, എന്നാൽ കർത്താവിന് വന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയിട്ട് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ മീനിൻ്റെ പെരുപ്പം കണ്ട് അവൻ തന്നെ അതിശയിച്ചു പോയി. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവരും കർത്താവിൽ ആശ്രയിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. കർത്താവിൽ ആശ്രയിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമായിട്ട് മാറും. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമ്മൾ നിരന്തരമായിട്ടും ആശ്രയിക്കണം. ചില വ്യക്തികളൊക്കെ കർത്താവിൽ ആശ്രയിക്കാതെ മറ്റ് വ്യക്തികളിലൊക്കെ ആശ്രയിക്കും. മറ്റ് വ്യക്തികളിൽ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളിലൊക്കെ ആശ്രയിക്കാൻ പോകും. ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ കണ്ടുണ്ട്, അവർ
ക്രിസ്തീയ വിശ്വാസികളായിരിക്കും, പക്ഷേ മറ്റ് വ്യക്തികളിലൊക്കെ ആശ്രയിച്ച് പോവുകയാണ്. മറ്റ് മതത്തിൽപ്പെട്ട ചില വ്യക്തികളുടെ അടുത്തേക്ക് പോകുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം യേശുവിലായിരിക്കും, പക്ഷേ ആശ്രയം മറ്റു പല വ്യക്തികളിലുമായിട്ട് മാറുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു സഹോദരൻ വന്ന്, ഒരു ചേട്ടൻ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ആ ചേട്ടൻ പറയുന്നതാണ് വെച്ചാൽ, ഞാൻ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, ഞങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞങ്ങൾ താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നൊരാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഒരു ഒരു ഹൈന്ദവ വ്യക്തിയാണ്, ഒരു പൂജാരിയാണ്, ഒരു വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കൂട്ടുകാരി, അതായത് ഭാര്യയുടെ കൂട്ടുകാരി പറഞ്ഞതിന് കേട്ട് ഇദ്ദേഹം പോയി ആ വ്യക്തിയെ ചെന്ന് കണ്ടു, എന്തോ ഇങ്ങനെ പൂജിച്ച് അവർ കൊടുത്തു. ഇത് കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇദ്ദേഹം അതും മേടിച്ചുകൊണ്ട് വന്ന് അത് കൊണ്ടുവന്ന് ഈ ബിസിനസ് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വെച്ച്. അദ്ദേഹം പറയാണ്, അവസാനം എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം വലിയ പരാജയത്തിലേക്ക് പോയി, വലിയ തകർച്ചയിലേക്ക് പോയി. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ചെറിയൊരു പ്രതിസന്ധി മാറ്റാൻ വേണ്ടി പോയതാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം. നമ്മുടെ ആശ്രയം മറ്റ് വ്യക്തികളിൽ നമ്മൾ കൊണ്ടുപോയി വെക്കരുത്. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നമ്മുടെ വിശ്വാസത്തിനല്ലാതെ മറ്റൊരു വിശ്വാസത്തിന് സാധിക്കില്ല. അങ്ങനെ പലയിടത്തും പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വാക്ക് കേട്ട് അങ്ങനെ ചിലപ്പോൾ ഈ ജോത്സ്യനോ അല്ലെങ്കിൽ കണിയാനോ പണിക്കരോ അങ്ങനെയൊക്കെ പോയി അവിടെ ചെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ നോക്കും. ആദ്യം കുറച്ച് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വലിയ പരാജയത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അതായത് നമ്മൾ ഏറ്റവും ഉന്നതിയിൽ ചെന്നിട്ട് താഴേക്ക് വീഴുന്നത് വലിയ തകർച്ചയായിരിക്കും. ഹല്ലേലൂയ. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ അന്യവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യക്തികളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിശാചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തിന്മയാണ് നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. പിശാചിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കും. ഹല്ലേലൂയ. പിശാചിനെ കൂടെ കൂട്ടിയാലും കാര്യങ്ങൾ സാധിക്കും. പക്ഷേ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് നമ്മൾ അവന് കൊടുക്കുന്ന ഒരു തുറന്നു കൊടുക്കുന്ന വാതിലാണ്. അവൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ അവൻ നമ്മളെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. ഹല്ലേലൂയ. പിശാച് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ്. കൊല്ലാനും നശിപ്പിക്കാനുമാണ് പിശാച് വരുന്നത്. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് മറ്റ് വ്യക്തികളിൽ നമ്മൾ ആശ്രയിക്കാനായിട്ട് പോകരുത്. കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം. എന്തൊക്കെ വന്നാലും, എന്ത് തകർച്ച വന്നെന്ന് പറഞ്ഞാലും, എത്ര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാലും, കർത്താവിലല്ലാതെ മറ്റൊരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കാൻ നിൽക്കരുത്. മറ്റ് വസ്തുക്കളിൽ നമ്മൾ ആശ്രയിക്കാൻ നിൽക്കരുത്. കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം. കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ നിരന്തരമായിട്ടും ആശ്രയിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന് 5-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന് 5-ാമത്തെ തിരുവചനം വചനം പറയാണ്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാൻ പോകരുത്. കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം വചനം പറയാണ്, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനമാണ്. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കർത്താവിലായിരിക്കണം
നമ്മുടെ ആശ്രയം. മറ്റ് വ്യക്തികളിൽ, മറ്റ് ശക്തികളിലോ നമ്മുടെ ആശ്രയം നമ്മൾ വെക്കരുത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വചനം പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും, വായിക്കാവോ? മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിൽ വരണ്ട നിർജ്ജനമായ ഒരു നിലത്തവൻ വസിക്കും. ഹല്ലേലൂയ. അതായത് കർത്താവിൽ ആശ്രയിക്കാതെ, കർത്താവിൽ നകന്ന് സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ വചനം പറയുന്നത്. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ആശ്രയിക്കാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവനൊരു മാറ്റവും ഉണ്ടാവില്ല. അവൻ അതേപോലെ തന്നെ അവിടെ നിൽക്കും. അവനിൽ ഫലമുണ്ടാകില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹീതനാണ്. കാരണം അവൻ്റെ വേരുകൾ കർത്താവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ ഒന്നിനെക്കുറിച്ചും ഭയമില്ല, ഉത്കണ്ഠയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമ്മൾ നിരന്തരം ആശ്രയിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ദൈവത്തിൽ ആരൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവിൽ ആരൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് അവർ എപ്പോഴും കർത്താവിൽ ആശ്രയിച്ചു. ദൈവം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നൊരു ജനതയാണ്. സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നൊരു ജനതയാണ്. ഈ ഇസ്രായേൽ ജനം നിരന്തരം കർത്താവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവിനെ തന്നെ അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവരെ കർത്താവ് സഹായിച്ചു. നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരെ മരുഭൂമിയിലൂടെ നയിച്ചു. പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട് കർത്താവ് അവരുടെ കൂടെ നിന്ന് അവരെ പരിപാലിച്ചു. അവർക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മന്ന നൽകി, കാടപ്പക്ഷി നൽകി. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് കുടിക്കാൻ ജലം നൽകി. വിജാതിയരുടെ കൈകളിൽ നിന്ന് യുദ്ധങ്ങളിൽ അവരുടെ കൂടെ നടന്ന് കർത്താവ് യുദ്ധം ചെയ്ത് അവരെ സഹായിച്ചു. തേനും പാലും ഒഴുകുന്ന ഫലപുഷ്ടിയുള്ള കാനാൻ ദേശം അവർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എപ്പോഴും സഹായിക്കും. നമ്മൾ ദാനിയേലിനെ കാണും. ദാനിയേൽ പ്രവാചകൻ അവിടെ ഈ സിംഹക്കുഴിയിൽ കടക്കുന്ന സമയത്ത് അവൻ കർത്താവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് തന്നെ ഈ നബൂഖദ്നേസർ രാജാവാണ് അദ്ദേഹമാണ് ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ പറയുന്നത്. രാജാവ് അതിടുന്നത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെല്ലാം കൂടി ഈ ദാനിയേലിനെതിരെ ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഫലമായിട്ടുണ്ട്. പക്ഷേ രാജാവിന് ഇദ്ദേഹത്തെ ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവരുടെ വാക്ക് കേട്ട് രാജാവ് ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുകയാണ്. അവസാനം നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 6:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, രാജാവ് പിറ്റേ ദിവസം, അതായത് തലേദിവസം സിംഹക്കുഴിയിലിട്ടു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ രാജാവ് ഈ ദാനിയേലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഹല്ലേലൂയ.
തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. തീച്ചൂളയിലുള്ള 3 യുവാക്കന്മാർ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നതാണ്. തീച്ചൂളയിൽ 3 യുവാക്കന്മാർ, അതായത് ബാലിനെ ആരാധിച്ചില്ല എന്നതുകൊണ്ട് 3 യുവാക്കന്മാരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന 3 യുവാക്കന്മാരെ തീച്ചൂളയിലെറിയുകയാണ്. ശദ്രാക്ക്, മെശാക്ക്, അബദ്നെഗോ എന്ന് പറയുന്ന 3 യുവാക്കന്മാരെ തീച്ചൂളയിലിട്ട് അവരെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ തീച്ചൂള പോലും അവരിൽ നിന്ന് അകന്നു നിന്നു. കാരണം അവർ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവർ കർത്താവിൻ്റെ സഹായം നിലവിളിച്ച് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ നിന്ന് തീച്ചൂള പോലും അവരിൽ നിന്ന് അകന്നു നിന്നു. തീ അവരെ ദഹിപ്പിച്ചില്ല. തീയുടെ മധ്യേ പോലും തീ അവരെ ദഹിപ്പിച്ചില്ല. ഹല്ലേലൂയ. അവർ ജീവനോട് അതിൽ നിന്ന് പുറത്തു വന്നു. അതാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കർത്താവ് സ്നേഹം വലയം ചെയ്യും. കർത്താവ് അവർക്ക് സംരക്ഷണമായിട്ട് നിൽക്കും. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് പരിചയമായിട്ട് നിൽക്കുന്ന വചനം പറഞ്ഞത്. ഹല്ലേലൂയ. ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. സൂസന്നയുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികൾ നമുക്കറിയാം. കർത്താവിൽ ആശ്രയിച്ചിരുന്നുകൊണ്ട് കർത്താവ് അവരെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ നിരന്തരം ആശ്രയിക്കണം. കർത്താവിൻ്റെ പരിപാലനയിൽ നമ്മൾ ആശ്രയിക്കണം. ഞാൻ പറഞ്ഞു, നമുക്കൊരു അപ്പനുണ്ട്, നമുക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ അവസ്ഥകൾ അറിയുന്നവനാണ്. നമ്മൾ അവിടുത്തോട് നിരന്തരം ചേർന്ന് നിന്നാൽ, അവിടുന്ന് പരിപൂർണമായിട്ട് നമ്മൾ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെ പരിപാലിച്ചു കൊള്ളും. ഹല്ലേലൂയ. ഒരു കാര്യമാണ്, നമ്മൾ അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അവിടുത്തേക്ക് ഉചിതമായ ബലികൾ അർപ്പിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കണം. കർത്താവിനോട് ചേർന്ന് കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ പരിപാലിക്കും. അതാണ് കർത്താവിൻ്റെ പരിപാലന, നമ്മൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് വചനം പറയുന്നത്. അങ്ങനെ ആരൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് അവരെല്ലാം കർത്താവ് നിരന്തരം വഴി നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുക, ഉത്കണ്ഠപ്പെടുക കാര്യമില്ല, കാരണം ആവശ്യമില്ല. കർത്താവ് നമ്മളെ നയിച്ചു കൊള്ളും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ ഉണ്ട്, LSDP, ലിറ്റിൽ സെർവൻസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രിഗേഷൻ. ദൈവപരിപാലനയുടെ കൊച്ചുദാസികൾ. അവരുടെ ആ കോൺഗ്രിഗേഷൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ദൈവപരിപാലനയുടെ കൊച്ചുദാസികൾ. ദൈവപരിപാലനയിലാണ് അവരുടെ ആശ്രയം. ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അവർ ഒരു ഇത് ആരംഭിച്ചത്. അതായത് അവരുടെ ആ ഒരു കോൺഗ്രിഗേഷൻ തന്നെ ആരംഭിച്ചത്. പാവപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ 2-3 പേര് കൂടിയാണത് ആരംഭിക്കുന്നത്. ഒരു സിസ്റ്റർ മേരി ലെറ്റി എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. അത് സ്ഥാപിച്ച സിസ്റ്ററിൻ്റെ പേരും. സിസ്റ്റർ വേറൊരു കോൺഗ്രിഗേഷനിലായിരുന്നു. പിന്നീട് ആ സിസ്റ്റർ അവിടെ നിന്ന് മാറി ഒരു പുതിയൊരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചതാണ്. അപ്പോൾ LSDP, ലിറ്റിൽ സെർവൻസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ്. അപ്പോൾ അവർ അത് ആരംഭിക്കുന്ന സമയത്ത് അവർക്കൊന്നുമില്ല. അപ്പോൾ ഇവർ പരിപൂർണമായിട്ട് അതുകൊണ്ട് അവർ ദൈവപരിപാലനയുടെ കൊച്ചുദാസികൾ എന്ന് അവർ പേരിട്ടു. അങ്ങനെ അവരുടെ ശുശ്രൂഷ ആരംഭിച്ചു. ചെറിയൊരു കുടിലാണ് അവർ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച സമയത്ത് അവർ പറയാണ് അവരുടെ ചില അനുഭവങ്ങൾ, ഒത്തിരിയേറെ ദൈവപരിപാലനയുടെ അനുഭവങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞിങ്ങനെയാണ്, അതായത് ഒരിക്കൽ അവർ ആ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ശരിക്കും ഒരു ടൈം പീസ്, അതായത് കിടന്നുറങ്ങാനായിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ ടൈം പീസ് ഒന്നുമില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഒരു ദിവസം അവർ കിടന്നുറങ്ങി, അവർ പിറ്റേ ദിവസം പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ ടൈം പീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇവർ പ്രാർത്ഥിച്ചു. 2 പേരാണ് ആദ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഇവരുടെ ഡോറിൽ വന്ന് ആരോ മുട്ടി. ഹല്ലേലൂയ. ഡോറിൽ വന്ന സമയം, ഇവർക്ക് എഴുന്നേൽക്കേണ്ട സമയമായപ്പോൾ ആരോ വന്ന് ഡോറിൽ മുട്ടി. അവർ വേഗം എഴുന്നേറ്റ് കതക് തുറന്നു, ആരെയും കാണാനില്ല. ഹല്ലേലൂയ. അങ്ങനെ അവർ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ അവർ പറയണം. അപ്പോൾ ദൈവപരിപാലനയുടെ അനുഭവം അവർ പറയുകയാണ്. കർത്താവിൽ മാത്രമായിരുന്നു അവരുടെ ആശ്രയം. ഒരിക്കൽ അവർക്ക് ഇങ്ങനെ അനാഥാലയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ അനാഥാലയമൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഈ കുട്ടികളെ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആരുമില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച സമയത്ത് അവർക്ക് ഭക്ഷണത്തിനൊന്നും പൈസയില്ല. ആരെങ്കിലും കൊണ്ടുവന്ന് സഹായിച്ചാൽ മാത്രമേ അവർക്ക് ഭക്ഷണമുള്ളൂ. പക്ഷേ അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അവരിങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിക്കും. കുട്ടികൾ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് ഇവർക്ക് ഭക്ഷണത്തിന് ഒന്നുമില്ല. അതായത് ഭക്ഷണത്തിനൊന്നുമില്ല. അപ്പോൾ ഇവരേതായാലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ ഒരു ഓട്ടോറിക്ഷ മുഴുവൻ വരികയാണ്. ഒരു പെട്ടി ഓട്ടോറിക്ഷ ഈ മരത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ആ പെട്ടി ഓട്ടോറിക്ഷ നിറച്ചും ഭക്ഷണമാണ്. ഹല്ലേലൂയ.
അപ്പോൾ അവർ പറയാണ്, അവർ ഇപ്പോൾ തന്നെ ഭക്ഷണം കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണം പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചതുകൊണ്ട് ആ കല്യാണം നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഭക്ഷണം കൊണ്ടുവന്ന് തരണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ അവിടെയുള്ള ഭക്ഷണം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവർക്ക് വേണ്ട ഭക്ഷണം നൽകുകയാണ്. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. വേറൊരു സംഭവം ഓർക്കുന്നത് എങ്ങനെയാണ്, ഒരു ദിവസം ഈ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്ററിൻ്റെ ഒരു കസിൻ കൂടിയാണ്, അവിടുത്തെ ജനറാൾ എൻ്റെ ഒരു കസിനായിരുന്നു. അപ്പോൾ ഈ സിസ്റ്ററിനോട് ഞാൻ ഒരു ദിവസം വിളിച്ച് പറയാണ്, അന്ന് അവർക്ക് ഒരു കുട്ടി ആശുപത്രിയിലായി. അവരുടെ ഈ അനാഥാലയത്തിൽപ്പെട്ട ഒരു കുട്ടി ആശുപത്രിയിലായി. അപ്പോൾ ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷൻ നടത്താനായിട്ട് നല്ലൊരു എമൗണ്ട് ആവശ്യമാണ്. ഇവരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഓപ്പറേഷൻ നടത്തണം, ഇവർക്ക് വേറൊരു വഴിയില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂടെയുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സിസ്റ്ററിന് ഒരു ഫോൺ വരുവാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചേച്ചി ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എനിക്ക് പെട്ടെന്ന് നിങ്ങളൊന്ന് ഫോൺ വിളിക്കണമെന്ന് തോന്നി, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അത് ഞങ്ങളുടെ ഒരു കുട്ടി ഇങ്ങനെ ആശുപത്രിയിലാണ്, ഓപ്പറേഷൻ ചെയ്യണം, അഡ്മിറ്റാണ്, ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്തോരം ആവശ്യമുണ്ട്. അന്നേരം സിസ്റ്റർ പറഞ്ഞു, ഇത്രയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവപരിപാലനയുടെ ഒത്തിരിയേറെ അനുഭവങ്ങൾ പറഞ്ഞ് ഓർക്കുകയാണ്. ഇവർ ആദ്യത്തെ ഈ കുടിലിൽ താമസിക്കുന്ന സമയത്ത്, ഒന്നുമില്ലാത്ത ഈ കുടിലിൽ താമസിക്കുന്ന സമയത്ത് അവർ ഓരോ ദിവസം ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വിറകൊക്കെ ശേഖരിക്കാൻ പോകും, ഭക്ഷണം ഉണ്ടാക്കാൻ വിറക്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇവർ മനസ്സിലാക്കുവാണ്, പിറ്റേ ദിവസത്തിന് വേണ്ടി അവർ വിറക് ശേഖരിച്ചിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ ഈ കുടിലിന് മുമ്പിൽ ഒരു കെട്ട് വിറക് ആരോ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ അവർ പറഞ്ഞു ഓർക്കാണ്, ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ. കർത്താവിൽ മാത്രം നമ്മൾ ആശ്രയം വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ പരിപാലിക്കും, കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കുറവുകളൊക്കെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ചില പ്രവാചകന്മാർ ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നത് അവർക്ക് ചില കുറവുകൾ കർത്താവ് കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. അവർ അഹങ്കാരികളായി കർത്താവിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ചില കുറവുകൾ അവർക്ക് കൊടുത്തത്. നമ്മൾ മോശയെ കാണുന്നുണ്ട്. ഈ മോശയെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ മോശ വലിയ വിക്കനായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, മോശ പറയാണ്, കർത്താവെ ഞാൻ വിക്കനാണ്, എനിക്ക് വാക്ചാതുര്യമില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. മോശ നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ കുറവ് തനിക്ക് അറിയാവുന്നത് കൊണ്ട് മോശ നിരന്തരം കർത്താവിൽ ആശ്രയിച്ചു. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ച് ഇങ്ങനെ പറയും, കർത്താവ് ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മോശയോട് അവർ ഇങ്ങനെ സംസാരിക്കും, അവർ ഒച്ചത്തിൽ സംസാരിക്കും. അപ്പോൾ മോശ പെട്ടെന്ന് എന്ത് ചെയ്യും, മോശ കർത്താവിനോട് പറയും, കർത്താവേ ഇവർക്ക് വെള്ളമില്ല, ഇവർക്ക് ഭക്ഷണമില്ല. അപ്പോൾ വെള്ളമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ കയ്യിലൊരു വടിയുണ്ടല്ലോ, ആ വടിയെടുത്ത് ആ പാറമേൽ അടിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ പാറമേൽ അടിക്കാൻ അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടും. ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവ് അവർക്ക് മന്നയും കാടപ്പക്ഷിയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അവർ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ മുൻപിൽ ചെങ്കടൽ വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുറകിൽ വലിയ സൈന്യം അവർക്കെതിരെ വരുന്നു, മുമ്പിൽ കടല്. അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. മോശ പറഞ്ഞു, കർത്താവെ ഞങ്ങളിവിടെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്നൊക്കെ ചോദിച്ച് മോശ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുകയാണ്. ആ സമയം കർത്താവ് നിൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് ആ കടലിന് നേരെ നീട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് കടൽ രണ്ടായിട്ട് പിളർന്നു. അതിന് മധ്യത്തിലൂടെ അവർ നടന്ന് അക്കരയ്ക്ക് കയറി. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും കർത്താവിൽ ആശ്രയിക്കുകയാണ്. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൽ എപ്പോഴും ആശ്രയിക്കണം. ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അമലേക്കിനുമായിട്ട് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഈ മോശ ചെയ്തതാണ്. മോശ ഇങ്ങനെ മലയിൽ കയറി നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്.
യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ അവിടെ മലമുകളിൽ കയറി ഈ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന സമയത്ത് കർത്താവ് അവർക്ക് വിജയം നൽകുന്നത് നമ്മൾ അവിടെ വചനത്തിൽ കാണുന്നുണ്ട്. ജെറമ്യാ പ്രവാചകനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെല്ലാം സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് എന്നോടുകൂടെ ഞാനുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അപ്പോൾ ജെറമ്യാ പ്രവാചകനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ വെറും ബാലനാണ്, അവന് സംസാരിക്കാൻ കഴിവില്ല എന്നൊക്കെ ഈ ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് വലിയ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നത്. കാരണം കർത്താവിനറിയാം ഇവൻ എന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, കർത്താവെ, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അവനെ വിശുദ്ധീകരിച്ച് പ്രവാചക ദൗത്യം ഏൽപ്പിച്ചു. തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിക്കുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇങ്ങനെ കർത്താവിൽ കുറവുകളുള്ളവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചില കുറവുകൾ കർത്താവ് തരുന്നുണ്ടെങ്കിൽ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ നിരന്തരം ആശ്രയിക്കണം. അതാണ് യെശയ്യാ 26:4 വചനം പറഞ്ഞത്, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. യെശയ്യാ 26:4 കർത്താവിൽ എന്നേക്കും ആശ്രയിക്കും, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരം കർത്താവിൽ ആശ്രയിക്കണം. മറ്റ് വ്യക്തികളിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കഴിവിലോ നമ്മൾ ആശ്രയിക്കരുത്. ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പോലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടിടണം നമ്മൾ ചെയ്യാനായിട്ട്. കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. നമ്മൾ കർത്താവിനൊരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ പിന്നെ തലയിടാൻ പോകരുത്. ഹല്ലേലൂയ. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് നടക്കരുത്. കർത്താവിനൊരു കാര്യം സമർപ്പിച്ചു, കർത്താവിനൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്, വലിയ തകർച്ചകൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നിരുന്നാലും കർത്താവിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കും. ആരൊക്കെ കർത്താവിൽ ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ ആശ്രയിക്കണം, തനിയെ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മളെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ വലിയ ശക്തിയുടെ മുൻപിൽ നമ്മൾ കർത്താവിൻ്റെ ശക്തിക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. ഇരു കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൽ പരിപൂർണമായ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെ സമർപ്പിച്ച്, ഒരു പക്ഷേ രോഗങ്ങളായിരിക്കാം, ചില പ്രതിസന്ധികളായിരിക്കാം, ചില പരാജയങ്ങളായിരിക്കാം, എല്ലാം കർത്താവിന് സമർപ്പിച്ച് എല്ലാ ഭാരങ്ങളും കർത്താവിന് സമർപ്പിക്കുകയാണ്. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഉച്ചസ്വരത്തിൽ നിന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ശക്തിയോടെ കൈകളടിച്ച് കർത്താവിനെ പരിപൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കട്ടെ. നന്നായി കൈകളടിച്ചു.
കർത്താവിലെന്നും എൻ്റെ ആശ്രയം, ശത്രുസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, ശത്രുസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളും സമർപ്പിക്കുന്നു, ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുന്നു, എല്ലാ പ്രതിസന്ധികളും സമർപ്പിക്കുന്നു, എല്ലാ തകർച്ചകളും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങിൽ പരിപൂർണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ അവിടുത്തേതാണ് കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ജനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാടിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പൂരവാക്കുകൾ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പൂരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുകൾ അടച്ച് നമ്മുടെ സർവ്വ ആശ്രയവും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് മാത്രമാണ് നമ്മളെ രക്ഷിക്കുന്നവൻ, അവിടുന്ന് മാത്രമാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നവൻ, അവിടുന്ന് മാത്രമാണ് നമ്മളെ സഹായിക്കുന്നവൻ. ആ ഒരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, മക്കളുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും നൽകണമേ, അഭിഷേകം നൽകണമേ. അങ്ങനെ ആശ്രയിക്കുവാൻ കൊച്ചുകുട്ടിയെ പോലെ അങ്ങനെ ആശ്രയിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. തന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നീ മാത്രമൻ ദൈവം. എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. പരിശുദ്ധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം.